ലൈഫിൽ ഒരു അധ്യാപകൻ എന്നോട് ഫോളോ യുവർ പാഷൻ എന്ന് പറഞ്ഞു. അന്ന് സാർ തന്ന കോൺഫിഡൻസ് ആണ്. അന്ന് സാർ തന്ന കോൺഫിഡൻസ് ആണ് ഞാൻ ഇന്നോട് നിൽക്കുന്നത്. എന്ത് ചോദിക്കാൻ എന്തില്ല എന്നോട്. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ അത് നിങ്ങൾ എന്നോട് എന്ത് കേൾക്കാനില്ല. മലയാളത്തിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും 4 ഭാഷകളിൽ തിളങ്ങി നിൽക്കുന്ന കാസർഗോഡിന്റെ നായന്മാർ മൂലയുടെ പ്രിയപ്പെട്ട താരം മഹിമ നമ്പ്യാർ നിങ്ങളോട് സംസാരിക്കുന്നു. ഒരുപാട് സന്തോഷം വേദിയിലിരിക്കുന്ന വിശിഷ്ട മാനേജ്മെന്റ് ഭാരവാഹികളോട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും വലിയ നമസ്കാരം. ഞാനിവിടെ വന്നപ്പോൾ ആദ്യം എന്നെ ഓഫീസ് റൂമിൽ കൊണ്ടിരുത്തിയപ്പോൾ എനിക്ക് എന്തായിട്ടും എത്രയായിട്ടും ഇരുത്ത് ഓർക്കുന്നില്ല. കാരണം ഞാൻ അഡ്മിഷന് മാത്രമേ ഓഫീസ് റൂമിൽ കയറിയിട്ടുള്ളൂ. നിങ്ങളെ പോലെ കലോത്സവ ദിവസങ്ങൾ ഇവിടെ നിന്ന് മുന്നിൽ ഇരുന്ന് കൈയടിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് NSRന് ഞാനാണ് പൂ കൊണ്ടുകൊടുത്തത്. അപ്പൊ ഇവിടെ കുട്ടികൾ വന്ന് എനിക്ക് പൂ തരുമ്പോൾ എനിക്ക് പഴയ മെമ്മറീസ് ഒക്കെയാണ് വരുന്നത്. ഒരുപാട് സന്തോഷം. കൺവ്യൂസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ കലോത്സവത്തിന് ഇവിടെ എത്താൻ സാധിച്ചതിലും നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജ് ഫേസ് ചെയ്യുന്നത് എവിടെയാണ്. ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ വെൽക്കം ഡാൻസ് എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്ന വെൽക്കം ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജ് കയറുന്നത്. അത് കഴിഞ്ഞ് 3ാം ക്ലാസ് പഠിക്കുമ്പോൾ നിസ ടീച്ചർ പഠിപ്പിച്ചു തന്ന ഒപ്പനയിൽ മണവാട്ടിയായി ഞാൻ സ്റ്റേജിൽ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ മുംതാസ് ടീച്ചർ എന്നെ കാറ്റേനി ഈശ്വരത്തിൽ പോലെ പറഞ്ഞ പാട്ട് പാടാൻ സ്റ്റേജിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ബോബി മാഷാണ് എന്നെ മാത്സ് പഠിപ്പിച്ചു തന്നത്. എന്നെ മാത്സ് പഠിപ്പിച്ച് ക്വിസ് കോമ്പറ്റീഷന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് മേടിച്ചു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ശ്രീനിവാസ മാഷ് എന്നെ ഹിന്ദി കവിത പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഷീല ടീച്ചർ എന്നെ മലയാളം കവിത പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പണ്ട് സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിറയിൽ വരും. ഭയങ്കര സ്റ്റേജ് കോൺഷ്യസ് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ ടീച്ചർ ഇരിക്കുന്ന പോലെ അന്ന് എന്റെ മുന്നിൽ ഇരുന്നിട്ട് എനിക്ക് ലിപ്സിങ് ചെയ്ത് തരുമായിരുന്നു ഞാൻ പദ്യം ചൊല്ലുമ്പോൾ. താങ്ക് യു ടീച്ചർ. പിന്നെ ഹിന്ദി കവിത രചന സ്റ്റേറ്റുകളിൽ മത്സരിച്ചിട്ടുണ്ട്. ഭാഗ്യ ടീച്ചറാണെന്ന് എനിക്ക് എല്ലാ പ്രചോദനവും എല്ലാ സപ്പോർട്ടും എല്ലാ കോൺഫിഡൻസും തന്ന ടീച്ചർക്ക് ഇന്ന് സ്കൂളിലില്ല. പിന്നെ അത് കഴിഞ്ഞ് മനോരമ ടീച്ചർ അന്ന് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ആ സിനിമ എന്നിട്ട് കൂടിയും ആ ടീച്ചർ പോയി കണ്ട് പ്രത്യേകം എന്നെ വിളിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരു ടീച്ചറാണ് മനോരമ ടീച്ചർ. താങ്ക് യു ടീച്ചർ. പിന്നെ ദിലീപുടി ടീച്ചറാണ് ഇംഗ്ലീഷ് essay കോമ്പറ്റീഷനിൽ എനിക്ക് കോൺഫിഡൻസ് തന്നത്. പിന്നെ ഇല്ലാസ് മാഷ് എന്നെ മാനേജ്മെന്റിന്റെ പെർമിഷനോട് കൂടി ഇല്ലാസ് മാഷാണ് എനിക്ക് ഈ സ്കൂൾ കോമ്പൗണ്ടിൽ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചു തന്നത്. സന്തോഷ് മാഷ്, സുബൈദ ടീച്ചർ, എനിക്ക് പേരെടുത്ത് പറയാനാണെങ്കിൽ കുറെ പേര് പറയാനുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷബീർ ടീച്ചറും മുഹമ്മദ് ടീച്ചറും. എന്റെ ലൈഫിൽ അവരുണ്ടാക്കിയ സ്വാധീനം ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമുക്കെപ്പോഴും ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ നല്ല രീതിയിൽ വരണം, നല്ല ജോലി, നന്നായി പഠിക്കണം, നല്ല ജോലിയൊക്കെ കിട്ടണം എന്നുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഒരു അധ്യാപകൻ എന്നോട് ഫോളോ യുവർ പാഷൻ എന്ന് പറയുന്നത്. അന്ന് സാർ തന്ന കോൺഫിഡൻസ് ആണ്. അന്ന് സാർ തന്ന കോൺഫിഡൻസ് ആണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. എന്നെ ഞാനാക്കിയ സ്കൂളും അധ്യാപകരും
പ്രിയപ്പെട്ട ഓഫീസ് സ്റ്റാഫ്, ഞാൻ എന്തൊക്കെയോ പറയാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര പേഴ്സണലായ ഒരു മൊമെന്റ് ആണിത്. അപ്പൊ എന്നെ ഞാനാക്കിയ സ്കൂളും അധ്യാപകരും സ്റ്റാഫും ഒക്കെയാണുള്ളത്. പല സ്റ്റേജിലും ഞാൻ പോയി സംസാരിക്കാറുണ്ട്, ഞാൻ പലരുമായി ഇന്ററാക്ട് ചെയ്യാറുണ്ട്. അതിനൊക്കെ കഴിഞ്ഞ് ഞാനൊരു പല കോളേജിലും പല ക്യാമ്പസിലും പോയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, കാസർഗോഡ് ജില്ലയിൽ ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള വേറെ സ്കൂളില്ല. 100% ഉറപ്പിച്ചു പറയാം. ഇത്രയും നല്ല കമ്പ്യൂട്ടർ ലാബ്, ഇത്രയും നല്ല ബയോളജി ലാബ്, കെമിസ്ട്രി ലാബ്, ഫിസിക്സ് ലാബ്, ഇത്രയും വലിയ ഗ്രൗണ്ട്, ഇത്രയും വിശാലമായ ക്ലാസ് റൂം, അടിപൊളി ടീച്ചേഴ്സ്, ഇത്രയും നല്ല സ്റ്റുഡൻസ്, ഇത്രയും നല്ല സ്റ്റാഫ് വേറെ ഏത് സ്കൂളിലുണ്ട് കാസർഗോഡ് ജില്ലയിൽ? എന്റെ ചൈൽഡ്ഹുഡ് കളർഫുൾ ആക്കിയ കണ്ടിന്യൂസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാനെന്റെ നന്ദി അറിയിക്കുകയാണ്. ഇവിടുത്തെ സ്റ്റാഫിനും ഇവിടുത്തെ ടീച്ചേഴ്സിനോടും എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. നിങ്ങൾ പഠിക്കാനുള്ള ഒരു കാര്യം മാത്രമാണ് ചെയ്യേണ്ടത്. എന്റെ അധ്യാപകർ മുന്നിലിരിക്കുമ്പോൾ നിങ്ങളെ ഉപദേശിക്കാൻ ഞാനാളല്ല. എങ്കിൽ കൂടി പറയാണ്, ഓരോരുത്തർക്കും ഓരോ ഐക്യമില്ലാതായിരിക്കും. എല്ലാവരും ഇപ്പോൾ 100% മാർക്ക് മേടിക്കണം, 100 out of 100 മേടിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി എല്ലാവർക്കും പഠിക്കാൻ ശ്രമിക്കുക. അതിന് എല്ലാത്തിനും ഉപരി നല്ല മനുഷ്യരാവാൻ ശ്രമിക്കുക. കാരണം ഞാൻ പുറത്ത് പോകുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് പ്രത്യേകം എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി വളരെ നല്ലതാണെന്ന് എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ബഹുമാനം നല്ലതാണെന്ന് പറയാറുണ്ട്. ആ ഒരു ബിഹേവിയർ ക്വാളിറ്റി എനിക്ക് കിട്ടിയത് എൻ്റെ സ്കൂളിൽ നിന്നാണ്, ഈ സ്കൂളിൽ നിന്നാണ്, കണ്ണൂർ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. നിങ്ങളുടെ ലൈഫിലെ വളരെ കളർഫുൾ ആയ ഒരു ജേർണിയാണ് ഈ സ്കൂൾ. വെറുതെ ആവശ്യമില്ലാത്ത കുട്ടികളിലൊന്നും പെടാതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പോയി പെടാതെ നമ്മുടെ ഗുരുക്കന്മാരെ നമുക്ക് അറിവ്, അതിന് പ്രത്യേകം എടുത്ത് പറയുകയാണ്, നമുക്ക് അറിവ് പകർന്നു തരുന്ന നമ്മുടെ ഗുരുക്കന്മാരെ ബഹുമാനിക്കുക, നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കുക. പിന്നെ കലോത്സവത്തിന്റെ സ്റ്റാർട്ടിംഗ് ഡേ ആണ്. മത്സരിക്കാൻ പോകുന്ന എല്ലാവർക്കും ഞാനൊരു ആശംസകൾ അറിയിക്കുകയാണ്. നിങ്ങൾ മത്സരിച്ച് ജയിക്കോ, ഫസ്റ്റ് പ്രൈസ് കിട്ടോ, സെക്കൻഡ് പ്രൈസ് കിട്ടോ, ഇറ്റ് മാറ്റർ, അതൊന്നും മാറ്ററില്ല. ഞാനിവിടെ ഹൗസിൽ മത്സരിക്കുന്ന സമയത്ത് ഹിന്ദി, കന്നഡ, തെലുങ്ക്, അറബിക്ക് കൂടുതൽ ഏതൊക്കെ ഭാഷയിലോ എല്ലാ ഭാഷയിലും ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ സമ്മാനിക്കുന്നത് നമ്മുടെ ഹൗസിൽ പോയിട്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ അതൊന്നും നോക്കണ്ട, നിങ്ങൾ വിജയവും പരാജയവും ഒന്നും നോക്കണ്ട, അറ്റംപ്റ്റ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ സക്സസ്. അപ്പോൾ എനിക്ക് എൻ്റെ കരിയറിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോണായ സ്റ്റേജാണ് ഇത്. നാളെ നിങ്ങളൊക്കെ വലിയ വലിയ നിലയിലെത്താൻ, വലിയ വലിയ കലാകാരന്മാരാകാൻ ഈ സ്റ്റേജ് നിങ്ങൾക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആവട്ടെ ഞാൻ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാനത് നന്ദി അറിയിക്കുന്നു. എന്ത് ചോദിക്കാൻ എന്തില്ല എന്നോട്? ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ അത് നിങ്ങൾ എന്നോട് എന്ത് കേൾക്കാനില്ല ആർക്കും. നീല നിലയാ
അലങ്കോലപ്പെടുത്തപ്പെട്ടു.